തെസ്പൂർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ജോലി അവസരങ്ങൾ. രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ, ഇൻ്റേണൽ ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ, ലബോറട്ടറി അസിസ്റ്റൻറ്റ്, ജൂനിയർ അക്കൗണ്ടൻറ്റ്, അപ്പർ ഡിവിഷൻ ക്ലർക്ക്, ലോവർ ഡിവിഷൻ ക്ലർക്ക്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. വിവിധ തസ്തികകളിലേക്ക് ഒഴിവുകൾ. രജിസ്ട്രാർ ഒരൊഴിവ്, ഡെപ്യൂട്ടി രജിസ്ട്രാർ 1, ഇൻ്റേണൽ ഓഡിറ്റ് ഓഫീസർ 1, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ 4, ലബോറട്ടറി അസിസ്റ്റൻറ്റ് 1, ജൂനിയർ അക്കൗണ്ടൻറ്റ് 2, അപ്പർ ഡിവിഷൻ ക്ലർക്ക് 1, ലോവർ ഡിവിഷൻ ക്ലർക്ക് 6, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 5. പ്രായപരിധി: ലബോറട്ടറി അസിസ്റ്റൻറ്റ്, ജൂനിയർ അക്കൗണ്ടൻറ്റ്, അപ്പർ ഡിവിഷൻ ക്ലർക്ക്, ലോവർ ഡിവിഷൻ ക്ലർക്ക്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികകൾ 32 വയസ്സ് വരെ, അസിസ്റ്റൻറ്റ് 35 വയസ്സ് വരെ, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ 40 വയസ്സ് വരെ, ഡെപ്യൂട്ടി രജിസ്ട്രാർ 50 വയസ്സ് വരെ, ഇൻ്റേണൽ ഓഡിറ്റ് ഓഫീസർ 56 വയസ്സ് വരെ, രജിസ്ട്രാർ 57 വയസ്സ് വരെ. യോഗ്യതകൾ: രജിസ്ട്രാർ യോഗ്യത ബിരുദത്തിലോ തത്തുല്യമായോ കുറഞ്ഞത് 55% മാർക്ക്, ഗവേഷണ കാലയളവ് അല്ലെങ്കിൽ താരതമ്യപ്പെടുത്താവുന്ന അഡ്മിനിസ്ട്രേറ്റീവ് അനുഭവം, ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഗവേഷണ സ്ഥാപനത്തിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ അല്ലെങ്കിൽ തത്തുല്യമായ 15 വർഷത്തെ പരിചയം. ഇൻ്റേണൽ ഓഡിറ്റ് ഓഫീസർ, ഓഡിറ്റ് അല്ലെങ്കിൽ അക്കൗണ്ട് സേവനങ്ങളിലോ സമാനമായ സർക്കാർ തസ്തികകളിലോ ഉള്ള പരിചയം. ലെവൽ 2 അല്ലെങ്കിൽ തത്തുല്യം, സർക്കാർ ഓഡിറ്റ് അല്ലെങ്കിൽ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ തത്തുല്യ മേഖലകളിൽ 3 വർഷത്തെ റെഗുലർ സർവീസ്. ഡെപ്യൂട്ടി രജിസ്ട്രാർ ബിരുദത്തിലോ തത്തുല്യമായോ കുറഞ്ഞത് 55% മാർക്ക്, അസിസ്റ്റൻറ്റ് രജിസ്ട്രാറായി 5 വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ലെവൽ 10ലും അതിനു മുകളിലുമുള്ള തസ്തികകളിലും തത്തുല്യം. അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ബിരുദത്തിലോ തത്തുല്യമായോ കുറഞ്ഞത് 55% മാർക്ക്, അസിസ്റ്റൻറ്റ് ബാച്ചിലേഴ്സ് ഡിഗ്രി, ലോവർ ഡിവിഷൻ ക്ലർക്ക് അല്ലെങ്കിൽ തത്തുല്യ തസ്തികകളിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയം. ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദം, ആധുനിക ശാസ്ത്ര ഉപകരണങ്ങളിലുള്ള ലബോറട്ടറിയിൽ 2 വർഷത്തെ പരിചയം. ജൂനിയർ അക്കൗണ്ടൻറ്റ് ബാച്ചിലേഴ്സ് ഡിഗ്രി, ലോവർ ഡിവിഷൻ ക്ലർക്ക് അല്ലെങ്കിൽ തത്തുല്യ തസ്തികകളിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം. അപ്പർ ഡിവിഷൻ ക്ലർക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി, ഇംഗ്ലീഷ് at 35 WPM അല്ലെങ്കിൽ ഹിന്ദി at 30 WPM എന്നിവയിൽ ടൈപ്പിംഗ് പ്രാവീണ്യം, കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളിൽ പ്രാവീണ്യം. ലോവർ ഡിവിഷൻ ക്ലർക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി, ഇംഗ്ലീഷ് 35 WPM അല്ലെങ്കിൽ ഹിന്ദി 30 WPM എന്നിവയിൽ ടൈപ്പിംഗ് പ്രാവീണ്യം, കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളിൽ പ്രാവീണ്യം. നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റ് ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ സുവർണ അവസരം. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ 108 ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. സർവേയർ, ടെക്നീഷ്യൻ, അറ്റൻഡർ തുടങ്ങിയ വിവിധ കാറ്റഗറികളിൽ ഒഴിവുകൾ വരുന്നുണ്ട്. ഈ ഒഴിവുകളിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാം. വേക്കൻസി ഡീറ്റെയിൽസ്: സീനിയർ കൺസൾട്ടൻറ്റ് 1, കൺസൾട്ടൻറ്റ് ആൻഡ് സീനിയർ മെഡിക്കൽ ഓഫീസർ 3, മെഡിക്കൽ ഓഫീസർ 9, മെഡിക്കൽ ഓഫീസർ OHS 1, അസിസ്റ്റൻറ്റ് മാനേജർ സേഫ്റ്റി 10, കൺസൾട്ടൻറ്റ് ആൻഡ് സീനിയർ മെഡിക്കൽ ഓഫീസർ 2, മെഡിക്കൽ ഓഫീസർ 1, ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻ 8, അറ്റൻഡ് കം ടെക്നീഷ്യൻ 12, മൈനിങ് ഫോർമാൻ 3, സർവേയർ 1, ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻ ട്രെയിനി 5, ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻ ട്രെയിനി 15, മൈനിങ് മേറ്റ് 3, അറ്റൻഡ് കം ടെക്നീഷ്യൻ ട്രെയിനി 34. ഏജ് ലിമിറ്റ്: ജനറൽ കാറ്റഗറിയിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രായപരിധി സ്ക്രീനിൽ കൊടുക്കുന്നു. മറ്റുള്ള വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ നിന്നും സർക്കാർ അനുവദിച്ചിരിക്കുന്ന ഇളവുകൾ ലഭ്യമാണ്. തസ്തികയുടെ പേര്: ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻ ട്രെയിനി, അറ്റൻഡ് കം ടെക്നീഷ്യൻ ട്രെയിനി, അറ്റൻഡൻറ്റ് കം ടെക്നീഷ്യൻ, മൈനിങ് ഫോർമാൻ, സർവേയർ, മൈനിങ് മേറ്റ്. പ്രായപരിധി 28 വയസ്സ്. ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻ അസിസ്റ്റൻറ്റ് മാനേജർ 30 വയസ്സ്.
മെഡിക്കൽ ഓഫീസർ 34 വയസ്സ്, സീനിയർ കൺസൾട്ടൻറ്റ് 44 വയസ്സ്, കൺസൾട്ടൻറ്റ് 41 വയസ്സ്, സീനിയർ മെഡിക്കൽ ഓഫീസർ 38 വയസ്സ്. ക്വാളിഫിക്കേഷൻ: സീനിയർ കൺസൾട്ടൻറ്റ്. വിദ്യാഭ്യാസ യോഗ്യത: MCI, NBE, NMC അംഗീകരിച്ച ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്രശസ്തമായ വിഷയത്തിൽ DM and DNB. കൺസൾട്ടൻറ്റ് സീനിയർ മെഡിക്കൽ ഓഫീസർ ഒരു സർവകലാശാലയിൽ നിന്ന് പ്രശസ്തമായ വിഷയത്തിൽ PG ബിരുദം, ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗീകരിച്ച MD, MS, DNB, MCI, NBE, NMC, PG ഡിഗ്രി, 1 വർഷത്തോടെ മെഡിസിൻ, അനസ്തേഷ്യോളജിയിൽ ReMD, MS, DNB പോസ്റ്റ്, ഡോക്ടറൽ സർട്ടിഫിക്കറ്റ് കോഴ്സ്, PDCC, ക്രിട്ടിക്കൽ ഫെലോഷിപ്പ് കോഴ്സ് കെയർ. മെഡിക്കൽ ഓഫീസർ MBBS, ഇൻഡസ്ട്രിയൽ ഹെൽത്ത്, ഒക്യുപ്പേഷണൽ ഹെൽത്ത് എന്നിവയിൽ ബിരുദം, ഡിപ്ലോമ മെഡിക്കൽ കൗൺസിൽ അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള AFIH ഇൻഡസ്ട്രിയൽ ഹെൽത്തിലെ അസോസിയേറ്റ് ഫെലോഷിപ്പ്, ഇന്ത്യയുടെ അല്ലെങ്കിൽ ദേശീയ മെഡിക്കൽ കമ്മീഷൻ. മെഡിക്കൽ ഓഫീസർ OHS ക്വാളിഫിക്കേഷൻ MBBS. അസിസ്റ്റൻറ്റ് മാനേജർ സേഫ്റ്റി ക്വാളിഫിക്കേഷൻ BE അല്ലെങ്കിൽ BTech, ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിൽ BG ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ. അറ്റൻഡൻറ്റ് കം ടെക്നീഷ്യൻ, 10ാം ക്ലാസ് ITI, 2nd ക്ലാസ് ബോയിലർ അറ്റൻഡൻറ്റ് യോഗ്യതാ സർട്ടിഫിക്കറ്റ്. സർവേയർ, മെട്രിക്കുലേഷൻ 3 വർഷം, മുഴുവൻ സമയം. ഡിപ്ലോമ ഇൻ മൈനിങ് അല്ലെങ്കിൽ ഡിപ്ലോമ മൈനിങ് ആൻഡ് മൈൻ സർവേയിൽ നിന്ന് ഗവൺമെൻറ് ഖനികൾക്കുള്ള അംഗീകൃത സ്ഥാപനം, സർവേയറുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റ്. ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻ ട്രെയിനി, മെട്രിക്കുലേഷൻ 3 വർഷം, കന്നത്തിൽ ഡിപ്ലോമ, ഗവൺമെൻറ് സാധ്യതയുള്ള അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ട് മൈൻസിൻ്റെ ഫോർമാൻ സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പറ്റൻസി. ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻ ട്രെയിനി, മെട്രിക്കുലേഷൻ 3 വർഷമുള്ള ഇലക്ട്രിക്കൽ ഡിപ്ലോമ. മൈനിങ് മേറ്റ്, സാധുവായ മൈനിങ് മേറ്റ് യോഗ്യതാ സർട്ടിഫിക്കറ്റ്. അറ്റൻഡൻറ്റ് കം ടെക്നീഷ്യൻ ട്രെയിനി, 10ാം ക്ലാസ് ITI കുറഞ്ഞത് 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് പരിശീലനം, ട്രേഡും പൂർത്തിയാക്കലും, ഒരു നിയുക്ത ട്രേഡിലെ കാലാവധി, ഒരു ഇൻ്റഗ്രേറ്റ് സ്റ്റീൽ പ്ലാന്റിലെ ഉടമസ്ഥതയുള്ള ഇരുമ്പയിര് ഖനി, ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റ്. സാലറി ഡീറ്റെയിൽസ് സ്ക്രീനിൽ കൊടുക്കുന്നു. ആപ്ലിക്കേഷൻ ഫീസ്: ഓരോ പോസ്റ്റിലേക്കും അപേക്ഷാ ഫീസ് വ്യത്യസ്തമാണ്. 700 രൂപ മുതൽ 1000 രൂപ വരെയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. ഓൺലൈൻ വഴി അപേക്ഷിക്കുന്ന സമയത്ത് ഓൺലൈനായി തന്നെ ഫീസ് അടയ്ക്കാം. അപേക്ഷ സമർപ്പിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മുഴുവനായി വായിച്ച് യോഗ്യത ഉറപ്പുവരുത്തുക. അപേക്ഷകൾ 2024 മെയ് 7 വരെ സ്വീകരിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ ആണവ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ക്യാൻസർ കെയർ സെൻറ്റർ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു. മുംബൈയിലുള്ള ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് ഒഴിവുകൾ ഉള്ളത്. തസ്തികയുടെ പേര്: മെഡിക്കൽ ഓഫീസർ. ഒഴിവുകളുടെ എണ്ണം 8. മെഡിക്കൽ ഫിസിസ്റ്റ് 2, ഓഫീസർ ഇൻചാർജ് 1, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് സയൻറ്റിഫിക് ഓഫീസർ 2, അസിസ്റ്റൻറ്റ് നേഴ്സിംഗ് സൂപ്രണ്ട് 1, പെൻ നേഴ്സ് 58, കിച്ചൺ സൂപ്പർവൈസർ 1, ടെക്നീഷ്യൻ 5, സ്റ്റെനോഗ്രാഫർ 6, ലോവർ ഡിവിഷൻ ക്ലർക്ക് 3. ഏജ് ലിമിറ്റ്: മെഡിക്കൽ ഓഫീസർ, അസിസ്റ്റൻറ്റ് നേഴ്സിംഗ് സൂപ്രണ്ട്, മെഡിക്കൽ ഫിസിസ്റ്റ് 45 വയസ്സ്, ഓഫീസർ ഇൻചാർജ് 40 വയസ്സ്, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് മെഡിക്കൽ ഫിസിസ്റ്റ് സയൻറ്റിഫിക് ഓഫീസർ 35 വയസ്സ്, ടെക്നീഷ്യൻ കിച്ചൺ സൂപ്പർവൈസർ നേഴ്സ് 30 വയസ്സ്, ടെക്നീഷ്യൻ സ്റ്റെനോഗ്രാഫർ ലോവർ ഡിവിഷൻ ക്ലർക്ക് 27 വയസ്സ്. 5 years SC ST, 3 years OBC, 10 years PWD ഇളവുകൾ. വിദ്യാഭ്യാസ യോഗ്യത: മെഡിക്കൽ ഓഫീസർ, DM അല്ലെങ്കിൽ MD, DNB, MCH, DNB അല്ലെങ്കിൽ DNB അല്ലെങ്കിൽ തത്തുല്യ ബിരുദാനന്തര ബിരുദം, MS, DNB അല്ലെങ്കിൽ തത്തുല്യ ബിരുദാനന്തര ബിരുദം, DM, DNB
അല്ലെങ്കിൽ തത്തുല്യ ബിരുദാനന്തര ബിരുദം, MD DNB മെഡിസിൻ അല്ലെങ്കിൽ തത്തുല്യ ബിരുദാനന്തര ബിരുദം, DM DNB മെഡിക്കൽ ഓക്കോളജി അല്ലെങ്കിൽ തത്തുല്യ ബിരുദാനന്തര ബിരുദം, MD DNB പീഡിയാട്രിക്സ് അല്ലെങ്കിൽ തത്തുല്യ ബിരുദാനന്തര ബിരുദം, MD DNB റേഡിയോളജി റേഡിയോ ഡയഗ്നോസിസ് അല്ലെങ്കിൽ തത്തുല്യ ബിരുദാനന്തര ബിരുദം, MD DNB ന്യൂക്ലിയർ മെഡിസിൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിന് തത്തുല്യ ബിരുദം, DM ക്രിട്ടിക്കൽ കെയർ അല്ലെങ്കിൽ തത്തുല്യമായ ORMD, DNB അനസ്തേഷ്യ ജനറൽ മെഡിസിൻ പൾമണറി മെഡിസിൻ പീഡിയാട്രിക്സ് അല്ലെങ്കിൽ തത്തുല്യ ബിരുദാനന്തര ബിരുദം 3 വർഷത്തെ പ്രവൃത്തി പരിചയം. മെഡിക്കൽ ഫിസിസ്റ്റ്, MSc ഫിസിക്സ് റേഡിയോളജിയിൽ ഫിസിക്കൽ ഡിപ്ലോമ 10 വർഷത്തെ പ്രവൃത്തി പരിചയം. ഓഫീസർ ഇൻചാർജ് ഫാർമസിയിൽ ബിരുദം, സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. OR/MBBS 10 വർഷത്തെ പ്രവൃത്തി പരിചയം. സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, BSc കെമിസ്ട്രി ബയോളജി ന്യൂക്ലിയർ മെഡിസിൻ അല്ലെങ്കിൽ തത്തുല്യം, BSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി പ്ലസ് PGDN/MD 4 വർഷത്തെ സംയോജിത പ്രോഗ്രാം. BSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി, MSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിയിൽ തത്തുല്യ കോഴ്സ് 3 വർഷത്തെ പ്രവൃത്തി പരിചയം. സയൻറ്റിഫിക് ഓഫീസർ ക്ലിനിക്കൽ റിസർച്ചിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സിനൊപ്പം MSc BAMS BH MS ക്ലിനിക്കൽ റിസർച്ചിൽ 3 വർഷത്തെ പരിചയം. അസിസ്റ്റൻറ്റ് നഴ്സിംഗ് സൂപ്രണ്ട്, MSc നഴ്സിംഗ് അല്ലെങ്കിൽ BSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് അല്ലെങ്കിൽ മിഡ്വൈഫറി പ്ലസ് ഒക്കോളജി നഴ്സിംഗിൽ ഡിപ്ലോമ 15 വർഷത്തെ പരിചയം. അതിൽ 10 വർഷം 100 കിടക്കകളുള്ള ആശുപത്രിയിൽ ക്ലിനിക്കിൽ പ്രവർത്തിച്ച് പരിചയം ഉണ്ടായിരിക്കണം. നേഴ്സ്, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി പ്ലസ് ഒക്കോളജി നഴ്സിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ബേസിക് അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് 50 കിടക്കകളുള്ള ആശുപത്രിയിൽ 1 വർഷത്തെ ക്ലിനിക്കൽ അനുഭവം. കിച്ചൺ സൂപ്പർവൈസർ, ഹോട്ടൽ മാനേജ്മെൻറ്റ്, കാറ്ററിംഗ് ടെക്നോളജി എന്നിവയിൽ ബിരുദം, 1 വർഷത്തെ പ്രവൃത്തി പരിചയം. ടെക്നീഷ്യൻ 12 സയൻസിലും ഡിപ്ലോമയിൽ 1 വർഷം 6 മാസം ICU OT ഇലക്ട്രോണിക്സ് ഡയാലിസിസ് ടെക്നീഷ്യൻ. 12 സ്റ്റാൻഡേർഡ് ഏതെങ്കിലും സ്ട്രീമിലോ തത്തുല്യമായോ കൂടാതെ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ 1 വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തെ ബിരുദം ഡിപ്ലോമ ഉണ്ടായിരിക്കണം. 12 സ്റ്റാൻഡേർഡ് ഏതെങ്കിലും സ്ട്രീമിലോ തത്തുല്യമായോ കൂടാതെ ഹോട്ടൽ മാനേജ്മെൻറ്റ് 1 വർഷം 3 വർഷത്തെ ബിരുദം ഡിപ്ലോമ ഉണ്ടായിരിക്കണം. 10ാം ക്ലാസ് പ്ലസ് ITI ഇലക്ട്രീഷ്യൻ കൂടാതെ 2 വർഷത്തെ മുഴുവൻ സമയ കോഴ്സും സയൻസ് എൻഡോസ്കോപ്പി ടെക്നിക്കുകളിൽ 1 വർഷം 6 മാസം ഡിപ്ലോമ കോഴ്സും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും. സ്റ്റെനോഗ്രാഫർ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദം, 80 WPM വേഗതയിൽ ഷോർട്ട് ഹാൻഡ് കോഴ്സ് കൂടാതെ ടൈപ്പ് റൈറ്റിംഗ് 40 WPM യഥാക്രമം. മൈക്രോസോഫ്റ്റ് ഓഫീസിൽ കുറഞ്ഞത് 3 മാസത്തെ കമ്പ്യൂട്ടർ കോഴ്സ് 1 വർഷത്തെ പ്രവൃത്തി പരിചയം. ലോവർ ഡിവിഷൻ ക്ലർക്ക് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദം, മൈക്രോസോഫ്റ്റ് ഓഫീസിനെക്കുറിച്ചുള്ള അറിവ്, 1 വർഷത്തെ പ്രവൃത്തി പരിചയം. സാലറി ഡീറ്റെയിൽ സ്ക്രീനിൽ കൊടുക്കുന്നു. ഓൺലൈനായി ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫീസ് 300. SC ST സ്ത്രീകൾ PWD എക്സ് സർവീസ്മാൻ എന്നീ വിഭാഗങ്ങൾക്ക് അപേക്ഷാ ഫീസ് ഇല്ല. കൃത്യമായ ഡോക്യുമെൻറ്റ്സ് ഓൺലൈൻ അപേക്ഷാ ഫോമിൽ അപ്ലോഡ് ചെയ്യണം. പൂർത്തിയല്ലാത്ത അപേക്ഷാ ഫോം റദ്ദാക്കുന്നതാണ്. അപേക്ഷാ ഫോമിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുത്തുപരീക്ഷ, സ്കിൽ ടെസ്റ്റ്, അഭിമുഖം എന്നീ ഘട്ടങ്ങളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കും. ജനനത്തീയതി രേഖ, ജാതി തെളിയിക്കുന്ന രേഖ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നീ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരേണ്ടതാണ്. അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.